കർഷക സംഘടനകൾ കൊളുത്തിയ സമരാഗ്നി തിരഞ്ഞെടുപ്പ് കാലത്തും ആളിക്കത്തുകയാണ്. ആ തീയിൽ വെന്തുരുകയാണ് ഉത്തരേന്ത്യയിൽ BJPയും സംഘപരിവാറും കൂട്ടുകാരും. കർഷകൻ ഞങ്ങളെ എന്ത് കാട്ടാനാണെന്ന് ചോദിച്ചവരൊക്കെ മോദിയുടെ ജനദ്രോഹ നടപടികൾക്കെതിരെ ആഞ്ഞടിക്കുന്ന കർഷക പ്രതിഷേധത്തിൽ നിന്ന് ഒളിച്ചോടുകയാണ്. ഹരിയാനയിലെയും പഞ്ചാബിലെയും ഗ്രാമങ്ങളിൽ BJP സ്ഥാനാർത്ഥികൾക്ക് കാലുകുത്താനാകുന്നില്ല. മിനിമം താങ്ങുവില ഉറപ്പാക്കുന്നതടക്കം ആവശ്യങ്ങൾ ഉന്നയിച്ചുള്ള പ്രക്ഷോഭത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് ആവർത്തിച്ചാണ് കർഷകർ BJP സ്ഥാനാർത്ഥികൾക്ക് വിലക്കേർപ്പെടുത്തിയത്. സംയുക്ത കിസാൻ മോർച്ച പ്രവർത്തകരാണ് പ്രതിഷേധത്തിന് നേതൃത്വം നൽകുന്നത്. സ്ഥാനാർത്ഥികളുടെ പ്രചരണ റാലികൾ റദ്ദാക്കി. പ്രധാനമന്ത്രി മോദി മെയ് 18 പ്രഖ്യാപിച്ച പ്രചരണ പരിപാടിയും മാറ്റിവെക്കുവാനുള്ള നീക്കത്തിലാണ് BJP പ്രചരണ വിഭാഗത്തിന് ചുമതലയുള്ളവർ. BJP വിരുദ്ധ ബാനറുകളും കരിങ്കൊടിയുമായാണ് കർഷകർ BJP സ്ഥാനാർത്ഥികളെ നേരിടുന്നത്. അംബാലയിലെ മാൽവ ഗ്രാമത്തിലാണ് BJPക്ക് ആദ്യം കർഷകർ വിലക്കേർപ്പെടുത്തിയത്. പിന്നീടത് സംസ്ഥാന വ്യാപകമായി. പലയിടത്തും BJPക്ക് പ്രചരണ പരിപാടികൾക്ക് പോലും നടത്താനാവുന്നില്ല. കർഷക പ്രക്ഷോഭത്തിന് നേരെ വെടിവെപ്പ് നടത്തിയ ഹരിയാന മുൻ മുഖ്യമന്ത്രി മനോഹർ ലാൽ ഖട്ടർ അടക്കമുള്ളവർക്ക് പ്രചരണം നടത്താനാകാത്ത സ്ഥിതിയാണ്. കർണാൽ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായ കർഷക സമരത്തിൽ രക്തസാക്ഷികളായ കർഷകരെ ഭ്രാന്തന്മാർ എന്ന് വിളിച്ച ഖട്ടറിനെതിരെയുള്ള പ്രതിഷേധം ശക്തമാണ്. BJP സഖ്യത്തിൽ നിന്ന് പിന്മാറിയിട്ടും JJP സ്ഥാനാർത്ഥികൾക്കെതിരെയും കർഷകർ രോഷത്തിലാണ്. ഹിസാലിലെ സ്ഥാനാർത്ഥി നൈന ചൗട്ടാലയുടെ വാഹനം ആക്രമിക്കപ്പെട്ടു. ഇന്ത്യ കൂട്ടായ്മയുടെ സ്ഥാനാർത്ഥികൾക്കും ഇടത് നേതാക്കൾക്കും വൻ പിന്തുണയാണ് കർഷകർ നൽകുന്നത്. പഞ്ചാബിലും രക്ഷയില്ല. BJP സ്ഥാനാർത്ഥികൾക്ക് പഞ്ചാബിലെ ഗ്രാമങ്ങളിലും വിലക്ക്. അമൃത്സറിലെ സ്ഥാനാർത്ഥി തരൺജീത് സിംഗ് സന്ധുവിനെ അജ്നാല ഗ്രാമത്തിൽ കരിങ്കൊടി കാട്ടി. ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങളല്ല തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ BJP നേതാക്കൾ ഉയർത്തുന്നത്. ജനത്തിന് നൽകിയിരുന്ന വാഗ്ദാനങ്ങൾ നടപ്പിലാക്കിയോ ഇല്ലയോ എന്നവർ പറയുന്നതേയില്ല. പകരം രാമക്ഷേത്ര നിർമ്മാണം, ഹിന്ദു മുസ്ലിം ധ്രുവീകരണം, ലവ് ജിഹാദ്, പൗരത്വ ഭേദഗതി നിയമം, ഞാൻ വാപ്പി പള്ളി പൊളിക്കൽ എന്നിവയാണ് അവരുടെ പ്രചരണ വിഷയങ്ങൾ. തങ്ങൾക്കൊതൊന്നുമല്ല വേണ്ടതെന്ന് ജനമൊന്നടങ്കം പറയുന്നു. ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കാതെയാണ് BJP വോട്ട് തേടുന്നത്. യുവാക്കളും പ്രതിഷേധ രംഗത്തുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മോദിയുടെ തൊഴിൽ വാഗ്ദാനം എവിടെയെന്ന ചോദ്യമുയർത്തിയാണ് അവരുടെ പ്രതിഷേധം. 2014ലെയും 2019ലെയും തെരഞ്ഞെടുപ്പിലെ വിജയലഹരിയിൽ നിന്നും മുക്തരാകാത്ത BJP ഇനിയും തങ്ങളെ അനായാസം ജയിപ്പിക്കുമെന്ന വ്യാമോഹത്തോടെയാണ് ജനങ്ങളെ സമീപിക്കുന്നത്. എന്നാൽ ജനങ്ങൾക്ക് BJPയോടുള്ള സമീപനം മറിച്ചാണെന്നതിൻ്റെ തെളിവാണ് വോട്ടഭ്യർത്ഥിച്ചെത്തുന്ന ജനവഞ്ചകരായ BJP സ്ഥാനാർത്ഥികളെ ഓടിച്ചുവിടുന്ന പ്രതിഷേധങ്ങൾ. മാധ്യമങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുന്ന മോദി സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നു എന്നതിൻ്റെ സൂചനയാണിത്. അത് തങ്ങൾക്കെതിരായ വോട്ടായി മാറുന്നു എന്ന ഭീതിയിലാണ് സംഘപരിവാർ. തിരിച്ചടി ഭീതിയിൽ മോദിയുടെ പ്രചരണ രീതി തന്നെ മാറ്റണമെന്ന ആവശ്യം BJPയിലെ എതിർചേരി ഉയർത്തിക്കഴിഞ്ഞു. ആ നാടകമാവും ഇനി കാണാൻ പോവുക.